കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ കറി വയ്ക്കാൻ ഇച്ചിരി നമ്മുടെ പറമ്പിൽ ചീര ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി നുള്ളണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും ടൈം കിട്ടില്ല. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് ചീര ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെച്ച് നേരത്തെ ചീര പറിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ പറമ്പ് മൊത്തം കാട് കയറി കിടക്കുക കേട്ടോ. എന്നെ കൊണ്ട് കാട് തെളിക്കാൻ പറ്റാത്തത് കൊണ്ട് കാടൊന്നും വെട്ടിയില്ല. ഇനി ഒരാളെ വിളിച്ച് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മാത്രമുള്ള സ്ഥലം ഇട്ടില്ലാതാനും. അപ്പോൾ പറ്റും പോലെ കുറച്ചൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുക. ഇത് കണ്ടോ, എനിക്കിവിടെ തന്നെ പടുമുള മുളച്ചൊരു പാവലാണ്. കുറേ കായ ഉണ്ടായിരുന്നു കേട്ടോ, ഉപ്പേരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനകത്ത് 2 കായ ഉണ്ടായിരുന്നു, പക്ഷേ രണ്ടും പഴുത്തുപോയി. അത് മൂപ്പാവുന്നതിൻ്റെ മുന്നേ എന്തോ പുഴു കുത്തിപ്പോയതാണെന്ന് തോന്നുന്നു. എന്നുണ്ടോ, ഈ വലിപ്പം വെച്ച് വന്നപ്പോഴേക്കും അതുപോലെ അതിൻ്റെ ഇടയിലുണ്ട്. പറിച്ചുപ്പേരി വയ്ക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ അപ്പോഴേക്കും അത് പഴുത്തുപോയി. ഉപ്പേരി വെച്ചാൽ ഞാൻ തന്നെ കൂട്ടുള്ളൂ, ഇവരാരും കൂട്ടില്ല. അമ്മൂനൊന്നും തീരെ വേണ്ട പാവയ്ക്ക. അപ്പോൾ പിന്നെ എനിക്ക് ഒറ്റയ്ക്കായിട്ട് വെക്കാൻ മടിച്ചിട്ട് ഞാൻ പറിച്ചുമില്ല, അത് പഴുത്തും പോയി. അപ്പോൾ ചീര നുള്ളാഞ്ഞിട്ട് മൂത്ത് തുടങ്ങിയിട്ടോ. അത് കൂമ്പ് വരുന്നതേ നുള്ളിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതിപ്പോൾ ആയിട്ട് കുറച്ചായി, അതുകൊണ്ട് ചീരയൊക്കെ മൂത്തു. ഒരു ഉപ്പേരിക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം നോമ്പായത് കൊണ്ട് ഇറച്ചി മീനൊന്നും വേണ്ടല്ലോ. അപ്പോൾ എന്നും എന്തെങ്കിലും ഒരു തോരൻ വേണ്ടേ. നല്ല മഞ്ഞ കേട്ടോ, ഇതുണ്ടോ മഞ്ഞ്. ചെറിയ തോതിൽ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്, മഞ്ഞ് കൊണ്ടിട്ടാന്ന് തോന്നുന്നു. രാവിലെ നല്ല മഞ്ഞ. ഒരു സൈഡിൽ എൻ്റെ പാവയ്ക്ക എൻ്റെ വള്ളി ഉണങ്ങുന്നുണ്ടെങ്കിലും ഒരു സൈഡിലത് പൂത്തും വരുന്നുണ്ട്. പക്ഷെ നല്ല വലിയ കയ്പൊന്നുമില്ലാത്ത നല്ല പാവയ്ക്ക കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട്, പടുമുള മുളച്ചുണ്ടായതായതുകൊണ്ട് നമ്മൾ വേറെ വളമൊന്നും ചെയ്തില്ല. അതുണ്ടായി കായുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ. ആകെ ഒരു കായ കണ്ടുള്ളായിരുന്നു. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു 5-6 കായ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചീര നുള്ളട്ടെ. നല്ല മഞ്ഞ. തണുപ്പ് കുറവാട്ടോ, മഞ്ഞ നല്ല മഞ്ഞ തണുപ്പ്. പണ്ടത്തെ വൃശ്ചിക മാസത്തിലുള്ള തണുപ്പൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സമയമാകുമ്പോഴേക്കും പുറത്തിറങ്ങാൻ കഴിയില്ല, തണുത്ത് വിറച്ച് കുത്തിയിരിക്കും. ഇപ്പം പക്ഷേ തണുപ്പില്ല. ഇപ്പോൾ കാലാവസ്ഥ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. ഈ ഭാഗത്ത് നോക്കാം കേട്ടോ, അപ്പുറ സൈഡിൽ നിന്നൊരു പെട്ടി ഇത്രേ കിട്ടി. നമുക്ക് വീട്ടിൽ പുറകുവശത്ത് നോക്കാം. കണ്ടോ, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇച്ചിരി പയർ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടതാട്ടോ. ഒക്കെ മുളച്ചു, പക്ഷേ പുഴുക്കേടൊന്നും പിടിക്കില്ലായിരിക്കില്ല. ഇതുണ്ടോ, ഇത് ചതുരപ്പയർ എന്ന് പറയുന്ന ഒരു പയറുണ്ട്, പിന്നെ കുറ്റിപ്പയറുണ്ട്. നമ്മുടെ ഈ ഉപ്പേരിപ്പയറുണ്ടല്ലോ, ഈ വയലിലൊക്കെ നടുന്ന പുളിപ്പയറും ഉണ്ട്, ചതുരപ്പയറുണ്ട്, പിന്നെ സാദാ പയറുണ്ട് കേട്ടോ. അങ്ങനെ മീറ്റർ പയർ ഇവിടെയും കുറച്ചുണ്ട്. പിന്നെ ഇതാണ് മീറ്റർ പയർ, അത് ചതുരപ്പയറും കുറ്റിപ്പയറും. ഇത്രയും നട്ടിട്ടുണ്ട്. നന്നാവുമെന്നൊന്നും അറിയില്ല, ഞാൻ വെറുതെ കുറച്ച് മണ്ണ് തോണ്ടിയിട്ട് അവിടെ ഇട്ടതാണ്. ഇനി വളമൊന്നും ചെയ്യാതെ ഉണ്ടാക്കണം. അപ്പം അത് നന്നായി വരുമോയെന്നൊന്നും അറിയില്ല. ഇവിടെയൊക്കെ കാട് കയറി കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഒന്ന് വെട്ടിപ്പറിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അയ്യോ, ഇവിടെ ഒരു പാമ്പും പടം കണ്ടോ നിങ്ങൾ.
അതിൻ്റെ ഉള്ളിൽ കാടായിട്ടാന്ന് തോന്നുന്നു. ഇനി ഇവിടെ കുറച്ച് ചീരയുള്ളൂ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചീര നുള്ളാനുണ്ട്. അപ്പോൾ അതും കൂടെ നുള്ളിയെടുക്കട്ടെ. നമ്മുടെ പറമ്പ് നിറച്ച് ഓരോ ചെടികളും ഉണ്ട് കേട്ടോ. അധികവും ചെറിയ ചെറിയ മരങ്ങളാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് പറിക്കാൻ പോകാമെന്നറിയത്തില്ല. എന്താ ചാമ്പ, റംബൂട്ടാൻ, പേരയ്ക്ക അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. റംബൂട്ടാൻ 2-3-4 മരമുണ്ട്, പക്ഷേ കായ് വലിയ മരമായിട്ട് പോയിട്ട് ഈ പ്രാവശ്യം ഒരുപാട് കായുണ്ടായി. പക്ഷെ ഒരു പഴം പോലും ഞങ്ങൾക്ക് തിന്നാൻ കിട്ടിയില്ല. ഫുള്ള് വാവൽ വന്നിട്ട് അതാ മൂത്തങ്ങ് വരുമ്പോഴേക്കും വന്ന് മൊത്തം ചപ്പി കളഞ്ഞിട്ട് ഒരൊറ്റ കായ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം രാവിലെ മിറ്റടിക്കാൻ വരുമ്പോൾ ഒരു കൊട്ടയ്ക്ക് വാരാൻ കണക്കിന് ഇത് ചപ്പിയിട്ടിട്ട് പോയിട്ടുണ്ടാവും. ഭയങ്കര വാവലിൻ്റെ ശല്യമാണ്. അങ്ങനത്തെ എന്തുണ്ടെങ്കിലും കിട്ടില്ല. വേറെ എന്തെങ്കിലും പറമ്പിലെന്തെങ്കിലും ഉണ്ടാക്കിയാൽ പന്നീൻ്റെ ശല്യം. എല്ലാം കുത്തി പറിച്ചിട്ടിട്ട് പോകും പന്നി. മുറ്റത്ത് വരെ വന്ന് മുറ്റം വരെ കുത്തി ഇളക്കിയിട്ടിട്ട് പോകും. അങ്ങനെയാണ് ഇവിടെ. നിങ്ങളുടെ അവിടേക്കൊക്കെ പന്നീൻ്റെ ശല്യം ഉണ്ടോ? മഞ്ഞ് മാറി മാറി വരുന്നുണ്ട് കേട്ടോ. എന്നാലും താഴേക്കൊക്കെ ഉണ്ടോ നല്ല ഭംഗി. നമ്മളിച്ചിരി തിണ്ടിൻ്റെ മാട്ടയിലായതുകൊണ്ട് താഴെ കൂടെ വണ്ടിയൊക്കെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ വീടുകൾ കണ്ടോ. താഴെ വീടിൻ്റെ വാർക്കൻ്റെ മുകൾ ഭാഗമേ കാണുള്ളൂ, വീടൊന്നും കാണില്ല. അത് ഇച്ചിരി ഒരു കുന്നാണ്. പക്ഷെ നല്ല സുഖമായിട്ട് ഇച്ചിരി ഒരു തിണ്ടിങ്ങോട്ട് കയറിയാലും കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ശല്യം ഒരാളുമായിട്ടൊരിതോ ഒന്നുമില്ല. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ നേരെ മുകളിലൊരു വീടും കൂടിയുള്ളൂ. പിന്നെയുള്ള വീടുകളുടെ താഴ്ഭാഗത്താണ്. താഴേക്ക് കുറേ വീടുകളുണ്ട് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ വന്നിട്ട് അധികമൊന്നും ആയില്ലേ, ഒരു 6 മാസമായിട്ടേ ഉള്ളൂ. നമ്മൾ ഈ സ്ഥലം വാങ്ങി ഇങ്ങോട്ട് വന്നിട്ട്. നമ്മുടെ ജൂണിലാണ് നമ്മളിങ്ങോട്ട് താമസം മാറി വന്നത്. ചെറിയ വീടാണ്. 2 ചെറിയ റൂമും ചെറിയൊരു ഹാള് ചെറിയൊരു അടുക്കളയൊക്കെ ആയിട്ട് ചെറിയൊരു വീടും 8 സെൻറ്റ് സ്ഥലവും കൂടെയാണ് കേട്ടോ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നേ. നമ്മൾ കുറേ കാലം വാടകയ്ക്കായിരുന്നു. പിന്നെ കുറച്ച് കാലം ആദ്യം തറവാട്ടിലായിരുന്നു, പിന്നെ അവിടുന്ന് വാടകയ്ക്ക് പോയി, പിന്നെ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അച്ഛന് സുഖമില്ലാണ്ടായപ്പം തിരിച്ച് അങ്ങോട്ട് തന്നെ വന്നു. പിന്നെ അച്ഛന് വയ്യാണ്ടായി, അച്ഛൻ മരിക്കുകയൊക്കെ ചെയ്ത്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അപ്പം ആദ്യം തൊട്ടേ എനിക്കുണ്ട് നമുക്ക് എന്ന് പറഞ്ഞൊരു 2 സെൻറ്റ് സ്ഥലം. അതെല്ലാവരും ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ കുറേ ശ്രമിച്ചു, അതിന് നല്ലോണം കഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ വാങ്ങിയ, പക്ഷേ നമ്മൾ ഫുള്ള് പൈസയൊന്നും കൊടുത്തിട്ടില്ല, ലോണും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാലും സ്വന്തം എന്ന് പറയാനൊരു ഇച്ചിരി സ്ഥലം ഉണ്ടാവും, അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അങ്ങനെ വാങ്ങിയതാട്ടോ. ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങളല്ലേ. നമ്മുടെ ആഗ്രഹങ്ങൾ അത് നമുക്ക് എത്രത്തോളം വരുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. നമുക്ക് ഒരു ഒരുപാടൊരു കാര്യം നമ്മൾ ആഗ്രഹിച്ചാൽ എത്ര ബുദ്ധിമുട്ടിയിട്ടാണേലും നമുക്കത് വേണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം അത് എങ്ങനെയും തരും കേട്ടോ. അത് എൻ്റെ അനുഭവമാണ്. ഞാൻ എന്തൊരു കാര്യം എനിക്കങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഇനി വീട് വാങ്ങിയാലും അത് വലിയ ആർഭാടത്തിൽ വലിയ ബംഗ്ലാവ് പോലെ അല്ലെ വലിയ ആർഭാടം വേണം അങ്ങനെയൊന്നുമില്ല. ഉള്ളത് ചെറിയൊരു വീടാണേലും നമ്മുടെ സ്വന്തം, നമ്മളോട് ആരും ഇറങ്ങി പോവാൻ പറയാതിരിക്കുക. അതുപോലെ നമുക്ക് എന്താ പറയുക,
എപ്പോഴാണേലും നമ്മുടെ സ്വന്തം വീട്ടിലാകുമ്പോൾ നമുക്ക് ഏത് സമയത്താണേലും എവിടെയെങ്കിലും ഒന്ന് പോയി ഇച്ചിരി നേരം വൈകിയാലും അങ്ങനെയൊന്നും ആരെയും പേടിക്കാതെ കയറി വരാമല്ലോ. അങ്ങനെയൊക്കെ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അല്ലാണ്ട് ഇതിൻ്റെ ഇടയിൽ കണ്ടോ പാവയ്ക്ക ഉണ്ടായേക്കുന്ന കണ്ടോ. എന്താ പറഞ്ഞാൽ ഇത് കാട് പിടിച്ച് കിടക്കുക. പാവേൻ്റെ വള്ളി അതിൻ്റെ കൂടെ തന്നെ വേറെ എന്തൊക്കെയോ കാട്ടുവള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പാവയ്ക്ക കാണത്തില്ല. ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് പഴുത്ത് കഴിയുമ്പോഴൊക്കെയാണ് കാണുന്നത്. അതാണേലും ചെറുതായിട്ടില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ എവിടേക്കെങ്കിലും ഉണ്ടോയെന്ന് ആർക്കറിയാം, കാണുന്നില്ല. കേട്ടോ ചീരയൊക്കെ എല്ലായിടത്തുനിന്ന് നോക്കി നുള്ളി ഇതാ നമ്മുടെ മുൻവശത്തെത്തി. മുൻവശത്ത് നമുക്കൊരു നാരകമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നിറച്ച് കായ ഉണ്ടായിരുന്നു, പക്ഷെ ഒക്കെ പൊഴിഞ്ഞ് തീർന്നു. കുറേ നമ്മൾ പറിച്ചു കേട്ടോ, കുറേ പറിച്ചു. ഇപ്പോൾ കായ കുറവാണ്. അച്ചാറിടാൻ മാത്രമൊന്നും കിട്ടാനില്ലേ. കാരണം എല്ലാം ഒരുമിച്ച് പഴുക്കില്ല. ഒക്കെ ഓരോന്നോരോന്ന് പഴുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് അച്ചാറിടാനുള്ളതൊന്നും കിട്ടുന്നില്ല. ഇടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കാം. എന്താ ഇവിടെ ഒരെണ്ണം പഴുത്ത് ചാടിക്കിടപ്പുണ്ട്. ഉണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് പഴുത്ത് വീണ് കേട്ടോ. ഇനി ഉണ്ടോയെന്നറിയില്ല ഇതിൻ്റെ ഉള്ളിൽ. ഇത് കണ്ടോ, ഇതൊരു പച്ചമരുന്ന് കേട്ടോ. സർപ്പഗന്തി, മുറിവൂട്ടിന്നും സർപ്പഗന്തി എന്നൊക്കെ ഇതിന് പറയും. നമുക്ക് മുറിവൊക്കെ ഉണ്ടായാൽ എന്താമോ അമ്മു അവിടുന്ന് ഗ്യാസ് ഓഫ് ആക്കട്ടെ എന്ന് അതിൻ്റെ ഇടയിൽ വിളിച്ച് ചോദിക്കുന്നു. മുറിവൊക്കെ ഉണ്ടായാൽ ഇത് തിരുമ്മി വെച്ചാൽ വേഗം മുറിവ് ഉണങ്ങും കേട്ടോ. അതുപോലെ ഇത് വാതക്കൊല്ലി. ഇത് രണ്ടും അടുത്ത് നിൽക്കുമ്പോൾ ഒരേ ഇല പോലെ തോന്നില്ലേ. ഇതിൻ്റെ തണ്ട് വയലറ്റാണ്. ഇത് വാദം കൊല്ലി. നമുക്ക് വാദം, മുട്ടുവേദന, കാൽവേദനയൊക്കെ ഉള്ള പണ്ടുള്ളവർ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുമായിരുന്നു. അതിനുപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ കുഞ്ഞ വീഡിയോ ഇവിടെ നിർത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.